പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വാക്കുകളിൽ ഏറ്റവും ശക്തമായതും ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ടതുമായ ഒരൊറ്റ വാക്യം ഇന്ന് നമുക്ക് ധ്യാനിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 37-ാം വാക്യത്തിൽ യേശു നമ്മോട് പറയുന്നു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ഇതൊരു കഥയുടെയോ ഉപമയുടെയോ അവസാനമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമാണ്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന നല്ല ശമരിയക്കാരന്റെ കഥ ഓർക്കുക. വഴിയിൽ മുറിവേറ്റ് കിടന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടും തിരക്കുകൾ പറഞ്ഞ് പലരും അവനെ വിട്ട് അകന്നുപോയി. എന്നാൽ ഒരു ശമരിയക്കാരൻ, അവന് സ്വന്തം സമയമോ സുരക്ഷിതത്വമോ പ്രാധാന്യമായിരുന്നില്ല. അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞ കരുണ അവനെ ആ മനുഷ്യനിലേക്ക് അടുപ്പിച്ചു. അവൻ മുറിവുകൾ വെച്ചുകെട്ടി പ്രവൃത്തിയിലൂടെ അവനെ ശുശ്രൂഷിച്ചു. യേശു ചോദിച്ചത് ആരാണ് എന്റെ അയൽക്കാരൻ എന്നായിരുന്നില്ല, മറിച്ച് ആരാണ് അവനോട് കരുണ കാണിച്ചത് എന്നാണ്. ഇതാണ് ക്രിസ്തീയ ജീവിതം. നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം മനസ്സിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു ചിന്തയല്ല. അത് നമ്മൾ കാണുന്ന ഓരോ വേദനയിലേക്കും നമ്മൾ കേൾക്കുന്ന ഓരോ നിലവിളിയിലേക്കും പ്രവൃത്തിയായി ഒഴുകി ചെല്ലണം. നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ പറയുന്ന ആമേൻ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൽ കരുണയുടെ പ്രവൃത്തിയായി മാറണം. വഴിയിൽ തളർന്നു പോയവരെ താങ്ങി നിർത്തുമ്പോൾ, ഒറ്റപ്പെട്ടു പോയ ഒരാളോടുകൂടെ സമയം ചെലവഴിക്കുമ്പോൾ, ഒരാശ്വാസവാക്ക് പറയുമ്പോൾ, അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനിലും ക്രിസ്തുവിന്റെ സ്നേഹവും കരുണയും പ്രകാശിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കട്ടെ. അതാണ് യഥാർത്ഥ ശുശ്രൂഷ. അതിനായി ദൈവം നമ്മൾക്ക് കൃപ നൽകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തിയായി വെളിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന അങ്ങയുടെ വചനം ഞങ്ങളുടെ പ്രവൃത്തികളെ നയിക്കട്ടെ. ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും അങ്ങയുടെ സ്നേഹം നൽകുവാനും ഞങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തിന് അനുഗ്രഹമായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.